ഓം സായിറാം സായി ഗുരു ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് മുത്തുമല എന്ന് പറയുന്ന ഒരു മുരുകൻ ക്ഷേത്രമാണ്. നോക്കൂ, ഇത്രയും പടികൾ മാത്രമേ ഉള്ളൂ മലയ്ക്ക്. മലയുടെ മോള് വരയ്ക്കും ബസ്സോ കാറോ എല്ലാം വരുന്നതായിരിക്കും. ഇത് അങ്ങനെ അകത്ത് കയറി അവിടെ വെച്ചിരിക്കുന്ന ഫോട്ടോസാണ്. ഞങ്ങൾ പോകുമ്പോൾ ഒന്നും അത്രയ്ക്കൊന്നും തിരക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ നിറയെ മുരുകൻ്റെ ഫോട്ടോസൊക്കെ ചുറ്റോടും വെച്ചിട്ടുണ്ടായിരുന്നു. ശിവൻ്റെയും പാർവതിയുടെയും കൃഷ്ണൻ്റെയും അയ്യപ്പൻ്റെയും എല്ലാ ഫോട്ടോസും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ക്ഷേത്രത്തിൽ ദർശനം കഴിഞ്ഞ് പുറത്ത് വന്ന ശേഷം ഞങ്ങളിങ്ങനെ ചുറ്റോട് എടുക്കുകയായിരുന്നു. 11 മണിക്കാണത്ര അഭിഷേകമൊക്കെ ഉള്ളതെന്ന് പറയുമായിരുന്നു. ശരി, ഞങ്ങൾ 10 മണിക്ക് എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് കുറച്ചങ്ങനെ പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ട് രസിക്കുകയായിരുന്നു. പിന്നെ 11 മണിക്ക് ശേഷം അഭിഷേകമെല്ലാം കഴിഞ്ഞ് തേരുണ്ടായിരുന്നു. ഇന്ന് ഷഷ്ഠി ആയതുകൊണ്ട് തേരൊക്കെ ഉണ്ടായിരുന്നു മുരുകന്. അതൊക്കെ ഞങ്ങൾ കണ്ടിട്ട് അന്നദാനമെല്ലാം കഴിച്ചിട്ടായിരുന്നു വന്നത്. തേര് വീഡിയോ എടുക്കാനൊക്കെ ഒരുപാട് പറ്റി. പിന്നെ അവിടെയുള്ള കരുവറയിലുള്ള മുരുകനെ അങ്ങനെ ഫുള്ളായിട്ടും എടുക്കാൻ പറ്റിയില്ല. കുറച്ച് അഭിഷേകങ്ങളും കുറച്ച് പൂജകളും മാത്രമേ എടുക്കാൻ പറ്റിയുള്ളൂ. ഇതാണ് എൻട്രൻസ്. മുരുകനെ മുന്നിലായിട്ട് നോക്കൂ, മയിലോടെ കൂടി ഇരിക്കുന്ന മുരുകനാണ്. ഇത് ഗണപതിയാണ്. മുന്നിൽ ഗണപതി. അപ്പോൾ ഒന്നും വരാൻ തുടങ്ങിയിട്ടില്ല, കുറച്ച് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ വെറുതെ നേരം പോവാനായിട്ട് കുറച്ച് വെളിയിലൊക്കെ ഇങ്ങനെ വന്നപ്പോൾ എടുക്കുകയായിരുന്നു. കാണാൻ നല്ല രസമുണ്ടായിരുന്നു. മരക്കൂട്ടങ്ങളും ആ മലേൻ്റെ മുകളിലെ കാറ്റൊക്കെ രസിച്ച് അങ്ങനെ ഇരിക്കുകയായിരുന്നു. നാദസ്വരക്കാരൊക്കെ വന്നു തുടങ്ങി. ഇത് അഭിഷേകം തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നോക്കൂ, ദൂരെ നിന്ന് മാത്രമാണ് എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റിയത്. അടുത്ത് നിന്നും എടുക്കാൻ അവർ സമ്മതിക്കുകയില്ല. അത് പാലഭിഷേകമാണ്. മുരുകനെ പാലഭിഷേകം, പഞ്ചാമൃത അഭിഷേകം, ചന്ദ്രാഭിഷേകം, പന്നീര് എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ആരെങ്കിലും കണ്ടാൽ ചീത്ത പറയുമോ എന്ന് പേടിച്ചിട്ട് കുറച്ച് മാത്രമാണ് എടുത്തുകൊണ്ടിരുന്നത്. പിന്നെ വെറ്റില ദീപം നോക്കൂ, നെയ്യ് ദീപമാണ്. വെറ്റിലയിൽ അവർ നെയ്യൊഴിച്ച് ദീപം വെച്ചിരിക്കുകയാണ്. ഓരോ നേർച്ചയാണ് അവരുടെ. നേർച്ചകൾ എന്താണോ ആ നേർച്ചയുള്ളവരാണ് ഇത് ചെയ്യുന്നത്. നോക്ക്, എന്തൊരു ഭംഗിയാണ് കാണാൻ. അങ്ങനെ കുറച്ച് പേര് വരാൻ തുടങ്ങി. കുറച്ച് പേരെല്ലാം വരാൻ തുടങ്ങി. അത്രയ്ക്ക് തിരക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നന്നായി കാണാൻ പറ്റി. ഭഗവാനെ സ്കർട്ടൻ ഇട്ട് കഴിഞ്ഞു. അവർ അഭിഷേകം കഴിഞ്ഞ് സ്കർട്ടൻ ഇട്ടിരിക്കുകയാണ്. അങ്ങനെ ആ സ്കർട്ടൻ തുറക്കുമ്പോൾ നമ്മൾ ആ ഭഗവാനെ കാണണമല്ലോ എന്ന് പറഞ്ഞ് എല്ലാവരും സ്കർട്ടൻ തുറക്കാൻ വേണ്ടി വെയിറ്റിങ്ങിലാണ്. ആ കാഴ്ച നമുക്ക് ആ അലങ്കാരത്തോടു കൂടി ആ ഭഗവാനെ കാണാനുള്ള തിടുക്കത്തിൽ എല്ലാവരും അവിടെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. സ്കർട്ടൻ എപ്പോഴാണോ തുറക്കുന്നത് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും അങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു ആ ദിവ്യ ദർശനത്തിന് വേണ്ടി. അങ്ങനെ സ്കർട്ടൻ അവർ തുറന്നു. ഇതാ നോക്കൂ, ഭഗവാന്റെ ആരാധന കാണൂ. ഓം ഭഗവതേ സായിനാഥായ. അതായത് സായിബാബയുടെ നാമം ജപിച്ച് എവിടെ പോയാലും സായിനാഥായ എന്നേ പറയുള്ളൂ. ഏതൊരു ദൈവത്തെ കണ്ടാലും എനിക്കും സായി എന്നേ ഞാൻ പറയുള്ളൂ. മുരുകനായാലും കൃഷ്ണനായാലും രാമനായാലും ശിവനായാലും എല്ലാം ആ സായിന്നേ എൻ്റെ നാവിൽ വരുള്ളൂ. അതുകൊണ്ടാണ് നാം സായിറാം പറഞ്ഞത്. മുരുക കന്ത കടമ്പ കതിർവേലനെ ഹരോഹര. ഇതാ നോക്കൂ, ഇതാണ് അവിടുത്തെ മല. കണ്ടില്ലേ, ഇങ്ങനെയാണ് മല. മുരുക അതേ നമ. ഇത് തേരാണ്. അവർ തേരിന് പണം കെട്ടിയവർ അത് വലിക്കാനായിട്ട് റെഡിയായിട്ട് മാലയൊക്കെ ഇട്ട് അവർ ഇരിക്കുകയാണ്. നോക്കൂ, ഇതാണ് തേര്. അങ്ങനെ നാദസ്വരത്തോടെ കൂടിയായിരിക്കും ആ തേര് വലം വയ്ക്കുന്നത്. കാണാൻ നല്ല രസമാണ്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുകയാണ് എപ്പോഴാണ് തേര്. പൂജ കഴിച്ചു കൊണ്ടിരിക്കുകയാണ്. പൂജ എല്ലാം കഴിച്ച ശേഷം ആ തേരിനെ വലിക്കാനായിട്ട് എല്ലാവരും കാത്തിരിക്കുകയാണ് അവിടെ.
നാദസ്വരം നാദം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു. ആ ഭഗവാന്റെ പൂജകളൊക്കെ ഒരു മന്ത്രജപത്തോടെ കൂടിയായിരുന്നു പൂജകളെല്ലാം കഴിച്ചിരുന്നത്. കാണുക, മുത്തുമല ഞങ്ങൾ ഫസ്റ്റായിരുന്നു. കേട്ടിട്ടുണ്ട് മുത്തുമല എന്നുള്ള ആ മല മുരുകൻ്റെ, പക്ഷേ ഞങ്ങൾ പോയിട്ടില്ല. ശരി നമ്മൾ പോവാലോ എന്ന് പറഞ്ഞ് ഇന്ന് ഷഷ്ഠി കൂടിയാണ്. അപ്പോൾ ശരി നമ്മൾ പോവാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടെ പോവുകയായിരുന്നു. കാണാൻ നല്ല രസമുണ്ടായിരുന്നു. നല്ല മലകളും മരക്കൂട്ടങ്ങളും, അത്രയ്ക്ക് നല്ല തിരക്ക് ഒന്നും പറയാനില്ല. കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഭഗവാനെയെല്ലാം നന്നായി കണ്ടു തൊഴുതാൻ ഒരു നല്ല തൃപ്തി ഉണ്ടായിരുന്നു നമുക്ക് കാണാനായിട്ടും എല്ലാം. മുരുകൻ്റെ അലങ്കാരമൊക്കെ വളരെ ഭംഗിയായിരുന്നു. പൂജകളും അതേപോലെ നല്ല രസമായിരുന്നു കാണാൻ. രസമല്ല, അത്രയ്ക്ക് ഭക്തി നമ്മൾ മറന്നു പോകും. ആ ഭഗവാന്റെ അവരുടെ നാമജപങ്ങളും മന്ത്രങ്ങളും എല്ലാം കേട്ട് ആ നാദസ്വര ഇശയും എല്ലാം ചേർന്ന് നമ്മളെ മറന്നു പോകും. ആ മുരുകൻ്റെ ആ മുഖം അലങ്കാര രൂപം കാണാനായിട്ട് നമ്മൾ ഇങ്ങനെ കൺകുളിരെ കണ്ടു എന്ന് പറയുന്നില്ലേ, അതേമാതിരി കൺകുളിരെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ല സ്വാരസ്യം ഉണ്ടായിരുന്നു. നമ്മളെ അറിയാതെ ഒരു ഭക്തി, അതായത് നാദസ്വരത്തിലെ ആ നാദം കേൾക്കുമ്പോൾ, ആ മുരുകൻ്റെ പാട്ടെടുത്ത് അവർ പാടുമ്പോൾ, ഇവരുടെ നാമം ജപിക്കുമ്പോഴൊക്കെ നമുക്ക് കേൾക്കാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. ഓം സായിറാം. പിന്നെ സായിറാം മുരുകൻ്റെ കാര്യം പറയുകയാണെങ്കിലും സായിറാം ഞാൻ പറഞ്ഞ് എനിക്ക് അതേ നാവിൽ വരുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എല്ലാ ദൈവശക്തിയും ഒന്ന് തന്നെയല്ലേ, പിന്നെ സായിറാം പറയുന്നത് കൊണ്ടൊന്നും ഒരു തെറ്റുമില്ല. മുരുകനായാലും രാമനായാലും കൃഷ്ണനായാലും ഒക്കെ ഞാൻ എവിടെ പോയാലും അങ്ങനെ തന്നെയാണ് പറയുന്നത്. അങ്ങനെ മുരുകൻ്റെ പൂജകളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ തേര് വലിക്കാനായിട്ട് എല്ലാവരും റെഡിയായി. ഇതാ തേരിളകി കഴിഞ്ഞു. ഹരോഹര ചന്ദനക്ക് ഹരോഹര, പഴനി ആണ്ടവനക്ക് ഹരോഹര. പക്ഷെ പഴനിയല്ല എങ്കിലും നമ്മൾ പറയുന്നത് മുരുകനെ പഴനി ആണ്ടവാന്നല്ലേ പറയുന്നത്. അതുകൊണ്ടാണ് നോക്കൂ, ഒരു ചുറ്റിലും വലിയ അമ്പലമായിരുന്നു. പക്ഷെ തിരക്കില്ലാത്തത് കൊണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് നന്നായി കാണാൻ പറ്റി. ചുറ്റി വരികയായിരുന്നു. ഭഗവാന്റെ തേര് ചുറ്റുമ്പോൾ നമ്മളും കൂടെ ചുറ്റി വരികയായിരുന്നു. കൺകുളിരെ കണ്ടു ഭഗവാനെ. നല്ല തൃപ്തിയോടെ കാണാൻ പറ്റി നമ്മൾക്ക്. നോക്കൂ, മുരുകൻ്റെ തേര് അങ്ങനെ വലം വച്ചു. ഇതൊക്കെ നമ്മൾ നേരിട്ട് കാണാനുള്ള യോഗം എല്ലാവർക്കും തന്നെ ഉണ്ട്. യോഗം ഇല്ലാത്തവർ ആരും തന്നെ ഇല്ല ഈ ലോകത്തിൽ. പക്ഷേ പോകാൻ പറ്റാത്തവർക്ക് വേണ്ടി ഈ വീഡിയോയിൽ കൂടെ കാണാം. മുരുകൻ്റെ ദർശനം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അത്ര തന്നെ. നമ്മൾക്ക് പോകാൻ പറ്റാത്ത സ്ഥലത്തൊക്കെ നമ്മൾ എന്താ ചെയ്യുക, വീഡിയോയിൽ കൂടെ കണ്ടറിയുക, അത്ര തന്നെ. ഞങ്ങൾക്ക് പോലും ഇങ്ങനെ ഒരു മലയുണ്ടെന്ന് അറിയാതെയാണ് ഇരുന്നത്. പക്ഷേ അവിടെ പോകാനും എനിക്കിപ്പോൾ ഈ വീഡിയോ എടുത്ത് നിങ്ങൾക്കൊക്കെ കാണിച്ചു തരാനും കഴിഞ്ഞല്ലോ. ആ മുരുകന് നന്ദി പറയുന്നു. അങ്ങനെ പൂജ ഇവിടെ നിർത്തിയാണ് ഒരു പൂജ കഴിക്കുന്നത്. അപ്പോൾ മുരുകൻ വള്ളി ദൈവാനൈ എല്ലാം ചേർന്നിട്ടാണ് ഇരിക്കുന്നത്. നാദസ്വര ഈശയോടെ കൂടി നമ്മളിങ്ങനെ ചുറ്റി വരുന്ന ആ കാഴ്ചയൊക്കെ കാണാനെന്ന് മാത്രമല്ല മനസ്സും കണ്ണും കുളിർന്നു പോകും. മുരുകൻ്റെ ദർശനം കാണാനായിട്ട്. അങ്ങനെ ഷഷ്ഠി ആയതുകൊണ്ട് ഞങ്ങൾക്ക് തേര് കാണാൻ പറ്റി. ഇല്ലെങ്കിൽ തേരുണ്ടാവില്ല. നോക്കൂ, കുറച്ച് ദൂരം പോവും, പിന്നെ അവിടെ നിന്ന് പൂജ കഴിക്കും, പിന്നെ വീണ്ടും പോവും, പിന്നെയും അങ്ങനെയൊക്കെയാണ് വലം വെച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ കുറച്ച് മാത്രമേ വീഡിയോയിൽ എടുത്തിട്ടുള്ളൂ. അങ്ങനെ അവിടുത്തെ സ്ഥലം എത്തിക്കഴിഞ്ഞു. തേരെവിടെയാണോ നിൽക്കുന്നത് അവിടെ എത്താറായി. അങ്ങനെ വീണ്ടും അവർ പൂജിക്കാൻ തുടങ്ങി. പൂജിച്ചു. പിന്നെയും വീണ്ടും ആ തേര്
മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെയും പൂജിച്ച ശേഷമാണ് ഭഗവാനെ എവിടെ നിന്നോ അവിടെ കൊണ്ട് തേര് നിർത്തുന്നതായിരിക്കും. നോക്കൂ, കേൾക്കാൻ നല്ല സന്തോഷമുണ്ടായിരുന്നു. ആ ഭഗവാന്റെ ആ നാദസ്വര ഈസയും അവരുടെ ആ നാമങ്ങളും എല്ലാം ചേർന്നു നമ്മൾക്ക് മെയ് മറന്നു പോകുമെന്ന് പറയുന്നില്ലേ, അതേപോലെ ഞങ്ങൾ മെയ് മറന്നു പോയിരിക്കുകയാണ്. അതിനേക്കാളും സന്തോഷം എനിക്ക് വീഡിയോ എടുക്കാൻ അവർ സമ്മതിച്ചതിലും ഈ വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് കാണിക്കുന്നതും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഈ നാദസ്വരത്തിൻ്റെ ആ രസവും ഭഗവാനെ കണ്ട ആ സന്തോഷവും ഞാൻ വീഡിയോ എടുക്കുന്നു എന്നുള്ള ആ സന്തോഷവും എല്ലാം ചേർന്ന് ഞാൻ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അങ്ങനെ ഭഗവാന്റെ സ്ഥാനം എത്തിക്കഴിഞ്ഞു. ഭഗവാനെ ഇതേ തിരിക്കാൻ പോവുകയാണ്. മുന്നിൽ പോയി പിന്നിലേക്ക് തിരിച്ച് ഭഗവാനെ അവിടെ റൂമിലേക്ക് തിരിച്ച് അവിടെ നിർത്താൻ പോവുകയാണ്. കണ്ടില്ലേ, ഇത്രയും എനിക്ക് എടുക്കാൻ പറ്റി. തിരക്കില്ലാത്തത് കൊണ്ട് നോക്കൂ, എവിടെ നിന്നാണോ വന്നിരുന്നത് അവിടെ തന്നെ കൊണ്ട് നിർത്തുകയായിരുന്നു. ഹരോഹര, പഴനിയാണ്ടവനക്ക് ഹരോഹര, തിരുച്ചെന്തൂരാണ്ടവനക്ക് ഹരോഹര. നോക്കൂ, അങ്ങനെ അവരെ കൊണ്ട് അങ്ങനെ നിർത്തി, ഭഗവാനെ നിർത്തി. ഇനിയും അവര് എന്തെല്ലാമോ പൂജകളുണ്ടായിരുന്നു നിറയെ. അങ്ങനെ കുറച്ച് പൂജകളെല്ലാം അവർ കഴിച്ച ശേഷം ആരാണോ ഈ പണം അടച്ച് ആ പൂജകൾ തേര് ഓട്ടാനായിട്ട് പണം അടച്ചിരുന്നു അവർക്കൊക്കെ മാലയിട്ട ശേഷം വീണ്ടും അവർക്ക് തേരുടെ മുന്നിൽ നിർത്തി അവരെ അനുഗ്രഹിക്കുകയായിരുന്നു. അങ്ങനെ മുത്തുമല കണ്ട സന്തോഷത്തോടെ ഞങ്ങൾ ഭഗവാനെയെല്ലാം തൊഴുത്, പിന്നെ അന്നദാനമൊക്കെ അവിടെ ഉണ്ടായിരുന്നു. നല്ല ഭക്ഷണമൊക്കെ ആയിരുന്നു അവിടുത്തെ അന്നദാനം. നോക്കൂ, കയറ്റുന്നത്. അങ്ങനെ മുരുകൻ്റെ തേര് റൂമിലേക്ക് കയറ്റി ഞങ്ങൾ അന്നദാനം കഴിച്ചു. ഇതാ വീട്ടിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് മുരുകൻ കുറച്ച് താഴെ എത്തി. മലയുടെ താഴെ എത്തിയ ശേഷം ഒരു പുറ്റുണ്ടായിരുന്നു. അവിടെയും നിറയെ പേര് പ്രാർത്ഥിച്ചിട്ട് പോകുന്നുണ്ടായിരുന്നു. അതാ നോക്കൂ, ഇതൊരു